ഹായ് ഫ്രണ്ട്സ്, ദിവ്യ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പിസയാണ്. ഇതിനാവശ്യമായ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഇളം ചെറുചൂട് വെള്ളത്തിലേക്ക് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിശ്രിതമാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ മിശ്രിതം ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇച്ചിരിച്ചേ ഒഴിച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട്. ഗോതമ്പ് മാവ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് കുഴഞ്ഞ് നന്നായിട്ട് ആ ഒരു ചപ്പാത്തിയുടെ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒത്തിരി ടൈറ്റ് ആവുകയും ചെയ്യരുത്, അതുപോലെ തന്നെ ലൂസ് ആവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 7 മണിക്കൂറത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിനി പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബോളയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു വീട്ടിൽ നിന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു നമുക്ക് ലേശം ഒരു വറ്റൽമുളക് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് തക്കാളി സോസും കൂടി, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി സോസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. ഏഴ് മണിക്കൂറായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, മാവൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല പൊങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മാവിലേക്ക് നമുക്ക് ഒരു തുള്ളി നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഞാനൊരു പാനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പരത്തി ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാ വശത്തും നമുക്കിങ്ങനെ കുത്തി കൊടുക്കണം. ഇങ്ങനെ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പിസ്സ സോസ് നമുക്ക് ഇതിൻ്റെ നടുക്കത്തേക്ക് നമുക്ക് നടുക്ക് ഇതുപോലെ കൊണ്ട് വെക്കുക. ഇനി നമുക്കിതുപോലെ ഒന്ന് പരത്തി ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നടുക്ക് ഭാഗം വേണം. അതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതും ഇതുപോലെ തന്നെ
നമുക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ മുട്ട ചിക്കി വെച്ചേക്കുന്നതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഇതിൻ്റെ അകത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന രീതിയിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതായിരിക്കും. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കുറച്ച് ചിക്കൻ ഉണ്ട്, നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സവോളയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചേക്കുവാണ്. നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പിസയ്ക്കുള്ളതെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ശരിക്കും ഇത് ഓവനിലാണ് ചെയ്യേണ്ടത്, അതാണ് ഈസി. ഇതിപ്പോൾ ഇവിടെ ഓവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് നമുക്ക് വെന്തൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, എല്ലാം ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.